ഹായ് ഫ്രണ്ട്സ്, PC സ്റ്റുഡൻസ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ചോദ്യപേപ്പറാണ് നാം ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരളം എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം സർദാർ KM പണിക്കരാണ്. ഓപ്ഷൻ സി, സർദാർ KM പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. രണ്ടാമത്തെ ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 1.25 കോടി മലയാളികളാണ്. 1.25 കോടി മലയാളികളാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന സൂചന ഉള്ള ഗ്രന്ഥം. മൂന്നാമത്തെ ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യ, ചൈന. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറിലാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത്. നാലാമത്തെ ചോദ്യം, 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, കാൺപൂരാണ്. കാൺപൂരിലാണ് നാനാ സാഹിബ് 1857 കലാപത്തിന് നേതൃത്വം നൽകിയത്. അഞ്ചാമത്തെ ചോദ്യം, 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഉത്തരം ഫിലാഡൽഫിയയിലാണ് 1875 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, അന്റോണിയോ ഗുട്ടറസ് ആണ്. അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ഏഴാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഉത്തരം ചക്രവാദമാണ്. ബാക്കി ചിനൂക്ക്, ലൂ, ഹർമാറ്റൻ എന്നീ വാദങ്ങൾ പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത്, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ, ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. ശരിയാണ്. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമായിട്ടാണ് ബസാൾട്ട് ഉള്ളത്. അതും ശരിയാണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. അത് തെറ്റാണ്. കാരണം ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത ഓപ്ഷനാണ് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി നോക്കാം. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപപ്പെടുന്നു. അതും ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി, കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഈ ശിലയാണെന്നുള്ളതാണ്. ആഗ്നേയശിലയല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, എന്താണ് ക്ലിഫ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ്. അറിഞ്ഞു വയ്ക്കുക, ക്ലിഫ് എന്നാൽ തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏത്? ഉത്തരം ടെറായി ആണ്. ഓപ്ഷൻ സി, ടെറായി. അടുത്ത ചോദ്യം, കേരളത്തിൽ പ്രധാന വൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻസ് കുറ്റ്യാടി കോഴിക്കോട്, ശബരിഗിരി പത്തനംതിട്ട, ഷോളയൂർ തൃശൂർ, കല്ലട കൊല്ലം. ഇതിലെല്ലാം ഉത്തരവും ശരിയായതുകൊണ്ട് തന്നെ PC ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻ റദ്ദ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യംസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്തയാണ്. ഓപ്ഷൻ ബി, കൊൽക്കത്തയാണ്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യംസ് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് 2ഉം 3ഉം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, അതോടൊപ്പം പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക എന്നിവയാണ് ഈ ഓപ്ഷനിൽ 2 നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. അടുത്തത്, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. വൻകിട വ്യവസ്ഥകൾക്ക് പരിഗണന നൽകുക എന്നുള്ളത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ പെടുന്നില്ല. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ചാണക്യൻ അർത്ഥശാസ്ത്രം ശരിയാണ്. അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ശരിയാണ്. മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ് ശരിയാണ്. ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം, ചോർച്ചാ സിദ്ധാന്തമാണ് ദാദാഭായ് നവറോജിന്റെ. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട്
വീണ്ടും കാണാം. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.